എക്സ്ട്രാ ഒരു 3 രൂപ പ്ലാറ്റ്ഫോം ഫീ സഹിതം കൊടുത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് റോക്കേഴ്സ് 430. 1152 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നത്. എന്നാൽ അതേസമയം ആമസോണിൽ ഇത് 1149 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. പ്ലാറ്റ്ഫോം ഫീ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ റോക്കേഴ്സ് 430 നിങ്ങൾ മേടിക്കുന്നെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത് ആമസോൺ ആണ്. കാരണം പ്ലാറ്റ്ഫോം ഫീ ഒന്നും എടുക്കാണ്ട് എത്രയാണോ അവിടെ എഴുതിയേക്കുന്നത് ആ റേറ്റിന് മാത്രമായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. ഇത് പക്ഷേ ഒരു ചെറിയ ഉഡായിപ്പാണ് ആക്ച്വലി ഒരു പ്ലാറ്റ്ഫോം ഫീ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്കുള്ള അഭിപ്രായം ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ടാണ്. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ റോക്കേഴ്സ് 430 1500 രൂപയ്ക്കുള്ളിൽ മേടിച്ച വർത്ത് ബൈങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. 1099, 1149, 1399, 1299 ഈ പല റേറ്റുകളിലാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ വില കാണുന്നത്. ഇതുവരെ 1499 എത്തിയിട്ടില്ല. പക്ഷേ ഉറപ്പായിട്ടും ഈ പ്രോഡക്റ്റ് 1499 എന്നുള്ളൊരു നോർമൽ റേറ്റിലേക്ക് എത്തും. എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ഇത് 1499 എത്താൻ ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് എന്ന ഈ ഒരു റോക്കേഴ്സ് 430 നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോളിൽ നിന്നുള്ളൂ. അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും വളരെ കാശ് കുറച്ച് ജസ്റ്റ് അൺബോക്സ്ഡ് പീസ് ആണ്. സോ ഉറപ്പായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം ഉടനെ തന്നെ മെസ്സേജ് അയച്ചോളൂ. കൂടാതെ അവിടെ ഈ അൺബോക്സ്ഡ് പീസസ് മാത്രമല്ല ഉള്ളത്, ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി കേസ് കവേഴ്സ്, വാച്ച് സ്ട്രാപ്പ്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഹെഡ്ഫോൺ മേടിക്കണമെന്നുള്ള രീതിക്കല്ല, മറ്റുള്ള എല്ലാത്തിനും വേണ്ടിയും ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 430. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് ഇവരുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി. ഒരു ബജറ്റ് ഹെഡ്ഫോൺ ആകുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് 1500 രൂപയ്ക്ക് അകത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ബോട്ട് കുറച്ച് ബിൽഡ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കാണ് തെറ്റിയത്. എവിടേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നോർമലി ഈ ഹെഡ്ഫോൺസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഫിസിക്കൽ ഡാമേജ് ആകുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു നമ്മുടെ ഹെഡ് ബാൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗം. ഈ ബജറ്റ് ഹെഡ്ഫോൺസിലൊക്കെ തന്നെ ഈ ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടോ സ്റ്റീൽ റോഡാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് വളരെ കുറവാണ്. അതായത് കുറച്ച് കാശ് കൂടുതലുള്ള പ്രോഡക്റ്റ് മേടിക്കുമ്പോഴത്തേക്ക് കാണുന്ന പോലെ അതേ ക്വാളിറ്റിയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു റോക്കേഴ്സ് 430 കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവരുടെ ആ ഒരു കുഷൻസ് ആണെങ്കിൽ പോലും നമ്മുടെ ഹെഡിന്റെ ഭാഗത്തുള്ളതാണെങ്കിലും ഇനി അതല്ല നമ്മുടെ ചെവിയുടെ ഭാഗത്തുള്ള ആ ഒരു കുഷൻസ് ആണെങ്കിൽ പോലും നല്ല കംഫർട്ടബിൾ ആണ്. നമ്മുടെ ഏറ്റവും അവസാനം അൺബോക്സ് ചെയ്ത ബോട്ടിന്റെ ഒരു പ്രോഡക്റ്റ് 460 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു 460യുടെ കുഷൻ കംഫർട്ടും ഇതിനും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇത് ഫാർ ബെറ്റർ ആണ്. ഞാൻ ഓൾറെഡി 460 തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് നേരം ഉപയോഗിച്ചപ്പോഴത്തേക്ക് ചെവി വേദന അല്ലെങ്കിൽ ആ ഒരു ചെവി പെയിൻ എടുക്കുന്ന രീതിക്ക്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം ഒന്നും തന്നെ ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ബോട്ടിന്റെ ലോഗോയും ഐക്കണും രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇടത് സൈഡിലാണ് നമുക്ക് ഇവിടെ കൺട്രോൾ ബട്ടൺസ് എല്ലാം കാണാം. പ്ലേ ആൻഡ് പോസ് ബട്ടൺ, വോളിയം റോക്കേഴ്സ്, പവർ ഓൺ ഓഫ് ബട്ടൺ, LED ഇൻഡിക്കേറ്റർ, ടൈപ്പ് സി പോർട്ട്, ഓക്സ് പോർട്ട്, മൈക്ക് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇയർ പാഡിന്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ 400 mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻഡ് ഇൻ ഇന്ത്യ, അസംബിൾഡ് ഇൻ ചൈന എന്നൊക്കെ തന്നെ എഴുതി വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. എന്തായാലും 40 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഈ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. ടൈപ്പ് സി ആയതുകൊണ്ട് പിന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 500 മിനിറ്റ് കിട്ടും അല്ലെങ്കിൽ 200 മിനിറ്റ് കിട്ടും എന്നുള്ള പരിപാടി ഇവിടെ എന്തായാലും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 100% നമ്മൾ ചാർജ് ചെയ്താലേ ഇതിനകത്തുള്ള ആ ഒരു ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ആ ഒരു ടോട്ടലായിട്ട് കിട്ടാനും ചാൻസ് ഉള്ളത്. 5V2 അതായത് 10 വാട്ട്സിന്റെ അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ പോലും അതിനകത്ത് 5V2 ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ചാർജ് ചെയ്യാം. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ട് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഓവർ ഇയർ ഹെഡ്ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് ചെവി ഇതിന്റെ അകത്ത് അങ്ങോട്ട് കയറി പോകും. സോ എന്താ പറയുക, അത്യാവശ്യം നല്ല പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേട്ടാലും മൂവീസ് കണ്ടാലും ഇതെല്ലാം ഒരാൾക്ക് സംസാരിക്കുമ്പോൾ പോലും ആ ഒരു ക്രൗഡ് വലിയ രീതിക്ക് അങ്ങോട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കൂടാതെ കുറേ നേരം കൂടുതൽ അങ്ങോട്ട് വെച്ചെന്ന് വെച്ചിട്ടും ആ ഒരു ചൂട് എടുക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങോട്ട് അനുഭവിക്കാനും ചാൻസ് വളരെ കുറവാണ്. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കൊടുക്കുന്നുണ്ട്. AAC കൊടുക്കുള്ളതുകൊണ്ട് നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ പലരും പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് ഒരു ഭയങ്കര രീതിക്ക് ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി ഇവിടത്തേക്ക് ആ ഒരു 100%ലേക്ക് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പാട്ടുകൾ ഏതൊരു പാട്ടിട്ടാൽ പോലും ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് പാട്ട് കേൾക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ബോട്ട് ഈ ഹിയറബിൾസ് ആപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് റിയൽമി ലിങ്ക് ആപ്പിലൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതേപോലെ എന്തെങ്കിലും കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ എൻഹാൻസ് അല്ല അല്ലെങ്കിൽ വോളിയം കുറച്ചുകൂടി ലൗഡ് ആവണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കും ആ ഒരു പരാതി അങ്ങോട്ട് തീർന്നേ. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക്
എന്താ പറയുക ആ പരാതി വെച്ചുകൊണ്ട് ഇരിക്കാനേ പറ്റത്തുള്ളൂ, കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഓവറോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല രീതിക്ക് മ്യൂസിക് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ഒരു ബേസ് ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ഡോമിനേറ്റഡ് ആണ്. കൂടാതെ ഇൻസ്ട്രുമെന്റൽ സെപ്പറേഷനും എല്ലാം തന്നെ ആ ഒരു പക്കാ രീതിക്ക് നിന്ന് കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ നമുക്കുള്ളത്. സോ അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല രീതിക്ക് വിയർത്തിട്ട് വർക്കൗട്ട് ചെയ്താൽ പോലും, ഇനി അതല്ല ഡ്രസ്സിങ്ങിലാണെങ്കിൽ പോലും ഇതങ്ങോട്ട് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ചു പോകാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. ഇനി ഇതിനകത്തുള്ള ആ ഒരു 40ms ബീസ്റ്റ് മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SBC കോഡൊക്കെ ഓൺ ആക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ബീസ്റ്റ് മോഡ് ഓൺ ആക്കുവാണെങ്കിൽ മാക്സിമം ആ ഒരു 40ms ഔട്ട്പുട്ട് തന്നെ ഇവിടെ കിട്ടും. PUBG പോലുള്ള ഗെയിമുകളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയങ്കര വലിയ രീതിക്ക് ഒരു ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തായാലും കുറച്ച് സാമ്പിൾസ് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. കണ്ടോ ആ ഒരു സിംഗിൾ ഷോട്ടൊക്കെ നല്ല പക്ക നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ആ ഒരു സ്പ്രേ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ചെറിയൊരു പൊട്ടിക്ക് ഡിലേ. അതിപ്പോ ബ്ലൂടൂത്ത് ഡിവൈസുകളാണെങ്കിൽ ആ ഒരു പൊട്ടിക്ക് ഡിലേ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബോട്ട് റോക്കേഴ്സ് 430 കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. എന്തായാലും 1099, ഇനി അല്ല 1149, 1399, ഇനി 1500 രൂപയ്ക്കുള്ളിൽ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ വർത്ത് ബൈങ് ആകുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും കേട്ടോ. ഇത് നല്ലൊരു ഡീലാണ്. പ്രത്യേകിച്ച് 1099, 1149 കിട്ടുന്നെങ്കിൽ. കാരണം ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു വെയറിംഗ് കംഫർട്ട് ആണെങ്കിലും കൂടാതെ മ്യൂസിക് ക്വാളിറ്റി, ഗെയിം കളിക്കുമ്പോഴത്തേക്കുള്ള ഒരു പെർഫോമൻസും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഡീലാണ്. സ്പെക് വൈസും നല്ലതാണ് കേട്ടോ. സോ ഞാൻ ഒരിക്കലും നഷ്ടം എന്ന് പറയത്തില്ല. പിന്നെ ആ ഒരു മ്യൂസിക് ക്വാളിറ്റിന്റെ സമയത്ത് പറഞ്ഞ പോലെ ആ ഒരു സ്വീറ്റ് സ്പോട്ടിൽ വെച്ചിട്ട് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തേക്കുന്നുണ്ട്, അതിന് മുകളിലോട്ട് അത് അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഡീലാണ്. പിന്നെ തലമണ്ട അടിച്ച് പൊളിക്കുന്ന രീതിക്കുള്ള പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർ ഇത് മേടിക്കേണ്ടെന്ന് വീണ്ടും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.